അവിശ്വാസം എന്ന് കേട്ടതും തിരുവനന്തപുരം മേയറും ബി.ജെ.പിയും ഒന്ന് വിരണ്ടിട്ടുണ്ട്. എന്താണെന്നല്ലേ ഇന്നിപ്പോ ഒരു പ്രതികരണം. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ ചിലർ ഞാൻ പേടിച്ചിട്ടില്ല, എനിക്ക് പേടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി വന്ന് ഡയലോഗ് അടിക്കും. അതുപോലെ എങ്ങാനും ഇനി ഇടതുപക്ഷവും UDF-ഉം ഒത്തുചേർന്ന് തള്ളിയിട്ട് കളഞ്ഞാലോ എന്ന ആശങ്ക കൊണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി പുതിയ കഥകൾ അടിച്ചു വിടുകയാണ്. എന്തിനാണ് പേടിയില്ലാത്ത മേയർ ഇങ്ങനെയൊക്കെ പുലമ്പുന്നത്? പക്ഷേ ഈ കോൺഗ്രസും UDF-ഉം എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം, അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഡൽഹിയിലും ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ എന്തായിരുന്നു? അടൽ ബിഹാരി വാജ്പേയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ CPM LDF കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് ആദ്യം നീട്ടിയ കരത്തിലേക്ക് CPM പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ ഈ സഖ്യം കോൺഗ്രസ് CPM സഖ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ന്യായീകരണവും കൊടുത്തു. പക്ഷേ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPM ആരംഭിച്ചപ്പോഴേക്കും അവർക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 64 എംപിമാരുണ്ടായിരുന്നു. അന്ന് നമ്മുടെ സമ്പത്ത് MP രാജേഷൊക്കെ MP ആയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ന് അവരുടെ എംപിമാരുടെ എണ്ണം എത്രയാണ്? അന്ന് അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളിലെ ഭരണം വട്ടപൂജ്യമാണ്. അപ്പോൾ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ന് കൈകൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPM-ന്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിലും അങ്ങനെ ആവും എങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ പടവലങ്ങിയ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് CPM സഖ്യകക്ഷി രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആരംഭിക്കുമ്പോഴേക്കും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാൻ പോകുന്നില്ല, അവിശ്വാസം പാസ്സാകുകയും പോകുന്നില്ല, കേരളം മുഴുവൻ നാണം കെടാൻ പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ BB ഗോപകുമാറിനെ ഇരുത്തണം. സ്വാഭാവികമല്ലേ? ഇവരൊന്നായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് അവിടെ BB ഗോപകുമാർ MLA, ചാത്തന്നൂർ MLA, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവായി വരാൻ പോകുന്നത്. ഗോപകുമാർ സാർ ആദ്യം തന്നെ നിയമസഭയിൽ പറഞ്ഞു, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മുരളീധരനും പറഞ്ഞു, നിങ്ങൾ 137 പേരും ഞങ്ങൾ 3 പേരുമാണ്. അത് ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റാവുമെന്ന് വിചാരിച്ചു. ഇത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകുന്നതിൽ അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ടെന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. നല്ല സൂപ്പർ അഭിപ്രായം. പ്രതിപക്ഷ നേതാവായിട്ട് ഞങ്ങളുടെ BB ഗോപകുമാറിനെ നിയമിക്കണമെന്നാണ് VV രാജേഷിന്റെ അഭിപ്രായം. ചിരിപ്പിക്കാതെ എന്ത് ചെയ്യും? നല്ലൊരു നീക്കമാണ്. BB ഗോപകുമാർ കേരള പ്രതിപക്ഷ നേതാവ് ഗംഭീരമായിരിക്കും. എന്നിട്ട് ഒരുമിച്ചിരിക്കണം ഭരണകക്ഷികൾ എന്നൊക്കെ പറയുന്നിടത്ത് ചിലയിടങ്ങളിൽ നിങ്ങൾ പോറ്റി വളർത്തുന്നവർ തരുന്ന മറുപടി തന്നെയാണ് നിങ്ങൾക്ക് അർഹിക്കുന്നത്. കാര്യം കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് പിന്നിൽ BJPക്ക് കൂടെ ഒരു ചരടുവലി ഉണ്ടല്ലോ. ആ ചരടുവലിക്കാർക്ക് അവരുടെ സ്വന്തം മേനോൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു മറുപടി പറഞ്ഞിരുന്നു. എന്തിന്? പ്രതിപക്ഷത്തിനെ കുറച്ച് കുറ്റം പറഞ്ഞിട്ട് BJPയും കൂടി അതിനൊപ്പം മേനോൻ വെച്ചൊന്ന് താങ്ങി. ആ മറുപടിയാണ് കേരളത്തിന് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട BJPയുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോ മറുപടി പറയണമല്ലോ. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ. 2 സീനിയർ നേതാക്കന്മാര്, ഒരാള് 2ാമത്തെ ബെഞ്ചിലും ഒരാള് 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻ സീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ. യെസ്. ഇങ്ങനെ പേടിക്കല്ലേ മേയറെ. പോണെങ്കിൽ പുല്ല് പോട്ടെന്ന് വിചാരിച്ച് നെഞ്ചും വിരിച്ചെന്ന് നേരിടും. അല്ലാതെ ഒരു അവിശ്വാസം എന്ന് കേട്ടപ്പോ ഉറക്കം വരാത്ത അവസ്ഥയായി രാത്രി കട്ടിലിൽ കിടന്ന് പിച്ചുമ്പേയും പറയുന്ന അവസ്ഥയെന്നാണ് വീട്ടുകാർ തന്നെ പറയുന്ന ഒരു അവസ്ഥ. പേടിച്ച അയ്യോ മേയർ സ്ഥാനം പോയേ എന്ന് ഉറക്കത്തിൽ നിന്ന് പലതവണ ഞെട്ടി ഉയർത്തെഴുന്നേറ്റ് നിലവിളിക്കുന്നതായിട്ടാണ് അയൽവാസികൾ വരെ പറയുന്നത്. അവർക്ക് കേൾക്കാൻ രാത്രി കൂടെ അയ്യോ മേയർ സ്ഥാനം പോയേ എന്ന വിളി. ആ അവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യൻ ഞാൻ പേടിച്ചിട്ടൊന്നും ഇല്ല, അവിശ്വാസത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ BJPക്കാർക്ക് ആത്മധൈര്യം കൊടുക്കാനും ഒരു പക്ഷേ UDF-ഉം LDF-ഉം ഒരുമിച്ചെങ്ങാനും നിൽക്കാതിരിക്കാൻ അവർ മുൻകൂട്ടി നാട്ടുകാരുടെ ഇടയിലേക്ക് ചില കഥകൾ വരുത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു ചെറിയ വെടി പൊട്ടിയപ്പോ ഇങ്ങനെ പേടിച്ചാലോ? 5 വർഷം ഭരിക്കാൻ വന്ന മേയർ ഇപ്പൊ തന്നെ
ഒരു പേടിയില്ലെങ്കിലും മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇമാതിരി കഥ അടിച്ചു വിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കാരണവശാലും അവർ ഒരുമിക്കാൻ പാടില്ല, ഞങ്ങൾ ഇങ്ങനെ പറയും എന്നുള്ള ഒരു സൂചനയാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ യാതൊരു ചുക്കുമില്ല എന്നൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ കരച്ചിലിന്റെ തീവ്രതയും അതിന്റെ നിലവിളിയുടെ ആംബിയറും ഉയരുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് രാജേഷിന്റെ ഉള്ളാലെ ചിരിക്കാൻ പറ്റാതെ ഒരു ചിരി വരുത്തി ചിരിച്ചുകൊണ്ടൊക്കെ ഡയലോഗ് പറയുന്ന ആ രീതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഉള്ളിലെ ആശങ്ക മനസ്സിലാകും.